Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാലടിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കാലടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സമരരംഗത്തേക്ക്. പാലത്തിലെ കുഴികൾ ആഴ്ചയിൽ ടാറിംഗ് ചെയ്യുന്ന പ്രവൃത്തി പതിവായി വരികയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. കാലടി ശ്രീശങ്കര പാലത്തിലെ അടിക്കടി ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് കാരണം പാലത്തിന്റെ ഇരുവശങ്ങളിലും കുഴികൾ രൂപപ്പെടുന്നതുകൊണ്ടാണ്. കുഴികൾ രൂപപ്പെടുമ്പോൾ തൽക്കാലത്തേക്ക് അടയ്ക്കുന്ന രീതിയാണ് പൊതുമരാമത്ത് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. ഒരു മഴ വരുമ്പോൾ താത്കാലികമായി ചെയ്തിരിക്കുന്ന ടാറിംഗ് ഇളകിപ്പോയി വലിയ ഗർത്തങ്ങളായി മാറുന്നു. ഇതിന് അടിയന്തരമായി പരിഹാരം കാണുകയെന്ന് എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി PA ഡേവിസ്, CS സാജു എന്നിവർ ആവശ്യപ്പെട്ടു. കാലടിയിലെ ഗതാഗത കുരുക്ക് വീണ്ടും വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാലത്തിലുള്ള ഈ ചെറിയ കുഴി നികത്താൻ പോലും സാധിക്കാത്തത് കൊണ്ടാണ് ഈ കാലടിയിലെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വലിയ ബ്ലോക്കാണ്. ഇവിടെ വളരെയധികം ശാസ്ത്ര സാങ്കേതിക വിദ്യയെല്ലാം വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ പാലത്തിൻ്റെ ഒരു കുഴി ശാശ്വതമായിട്ടൊന്ന് നികത്താനുള്ള ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ ഇതിൻ്റെ എഞ്ചിനീയർമാർക്കോ പറ്റാത്തത് വളരെ പരിതാപകരമാണ്. ഈ കുഴിയെ അടച്ച് നമ്മുടെ ഈ കാലടിയിലുള്ള ഈ ഗതാഗത കുരുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്ന് ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയന് വേണ്ടി ഞങ്ങൾക്കൊക്കെ അരി മേടിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങൾ പാലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ്. പക്ഷേ ഓട്ടം വിളിച്ചാൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാലടിയിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പൊതുമരാമത്ത് വകുപ്പിനോടും ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരോടും താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. ഇത് കാലാകാലങ്ങളായി പാലത്തിൻ്റെ അധിക ജർക്കിംഗ് മൂലമാണ് ഈ കുഴി പെട്ടെന്നാകുന്നത് എന്നാണ് പറയുന്ന ഒരു കാര്യം. പക്ഷേ അതിനൊരു തീരുമാനമില്ലേ, അതിനൊരു നടപടിയില്ലേ? എന്താണ് അതിൻ്റെ ഒരു നടപടി? ഒരു 15 ദിവസം അടച്ചിട്ട് ഈ പാലം ഒരിക്കൽ പണിതാണ്. കുറേ വർഷങ്ങളോളം ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ വീണ്ടും ആ പ്രശ്നം തുടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം നമുക്ക് ഉണ്ടാക്കി കാലടിയെ ഈ ഒടുക്കത്തെ ബ്ലോക്കിൽ നിന്ന് രക്ഷിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ റോഡിലിറങ്ങി നിന്നത് ഇവിടെ 2 ആംബുലൻസ് തുടർച്ചയായിട്ട് വന്നു. ആ ആംബുലൻസ് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ സുഹൃത്ത് സാജുവും കൂടി ഇവിടെ ഓടി വന്ന് ഞങ്ങൾ അത് കടത്തിവിടാനുള്ളൊരു സാഹചര്യത്തിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. പക്ഷേ വീണ്ടും നിങ്ങൾക്ക് കാണാം വലിയ ബ്ലോക്കാണ്. ഞങ്ങൾ പാലത്തിൻ്റെ അങ്ങേയറ്റം വരെ പോയി. എല്ലാം വലിയ ബ്ലോക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉടനടി ഉണ്ടാകണം. ഉടനടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആംബുലൻസുകളും മറ്റ് വാഹനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കാലടി മേഖലയെ സംബന്ധിച്ച് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. ഇവിടെ ഓരോ ദിവസവും ആളുകൾ വളരെ കഷ്ടപ്പെടുകയാണ്. ഈ കാലടി പാലത്തിലൂടെ 30,000 വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്നുണ്ട്. അതിൽ പോകുന്ന മനുഷ്യരാണ്. ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് ഇവിടുത്തെ അധികാരികളും ഗവൺമെൻറ്റും ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയേ തീരൂ. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം ജീവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി അങ്കമാലി.